ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തുടങ്ങിയല്ലാണ് നമ്മൾ അല്ലേ, നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇംപ്രൂവ്മെന്റ് എക്സാം ആണ് വരുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലേ ഒരുപാട് ആളുകളുടെ ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ എന്ത് ചെയ്യും സാർ, ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങും, +1 ഞങ്ങളെ മൈൻഡിൽ നിന്നൊക്കെ ഔട്ട് ആയിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും? ഡോൺ വഴി, നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതേ എന്തിനാണ്? നിങ്ങളെ +2 മാർക്ക് കുറഞ്ഞ +1 മാർക്ക് കുറഞ്ഞ കാരണത്താലാണല്ലോ. സോ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ ഫോളോ ചെയ്തിട്ട് ഞാൻ ഒരുപാട് ട്രിക്സിലൂടെ ഒക്കെ നിങ്ങളെ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ എക്സാമിന് വിടുള്ളൂ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഒരു കൊട്ടേഷൻ നിങ്ങൾ വായിച്ചോളൂ. സക്സസ് ഈസ് എ റിസൾട്ട് ഓഫ് പ്രിപ്പറേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് ലേണിംഗ് ഫ്രം ഫെയിലിയർ. അല്ലെ, നമ്മൾ പരാജയത്തിൽ നിന്ന് ഒരുപാട് പഠിച്ചു അല്ലെ. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഈസ് എ റിസൾട്ട് ഓഫ് പ്രിപ്പറേഷൻ. നമ്മൾ എത്രത്തോളം തയ്യാറെടുക്കുന്നുണ്ടോ അതിന്റെ ഒരു റിസൾട്ട് ആണ്, അതിന്റെ ഒരു ഫലമാണ് എന്ത് നമ്മുടെ സക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ഹാർഡ് വർക്ക്, നന്നായിട്ട് കഷ്ടപ്പെടണം. എൻ്റെ കൂടെ ഞാൻ പഠിക്കാൻ പറയുന്ന സാധനം ഞാൻ പഠിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് +1 6 യൂണിറ്റ് ആണുള്ളത്. സോറി, 6 യൂണിറ്റ്. അതിൽ ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഓരോ യൂണിറ്റുകളും 2 യൂണിറ്റ് ഒരു ദിവസം വെച്ച് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഇംപ്രൂവ്മെന്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓരോ ദിവസവും ഈ 2 യൂണിറ്റ് വീതം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനൽ അപ്പ് ചെയ്യുന്നുണ്ട്. മക്കൾ പഠിക്കണം കേട്ടോ, ശ്രദ്ധിക്കുക. ഹാർഡ് വർക്ക് മാത്രമല്ല, ലേണിംഗ് ഫ്രം ഫെയിലിയർ. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാജയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. നമ്മുടെ മാർക്ക് +1 കുറഞ്ഞ സമയത്ത് അയ്യോ ഒന്നുകൂടെ പഠിക്കായിരുന്നു അല്ലേ, ഇംഗ്ലീഷിന്റെ എക്സാം ടഫ് ഒന്നും അല്ലായിരുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ +1 എക്സാം ടഫ് ആയിരുന്നില്ല. ഞാനിവിടെ എന്താണോ പറഞ്ഞത് അത് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് കെയർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മക്കളെ, നമ്മുടെ അവിടെ ഒരു പരാജയം നമ്മൾ അനുഭവിക്കേണ്ടി വന്നു അല്ലേ. ഇനി സക്സസ് ആണോ വേണ്ടതെങ്കിൽ എൻ്റെ കൂടെ വായു. ഞാൻ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്, ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റേഴ്സ് പിറകിൽ നിന്ന് മുകളിലാക്കാം കേട്ടോ. 6ാമത്തെ യൂണിറ്റ്, പിന്നെ 5ാമത്തത്, പിന്നെ 4, പിന്നെ 3, പിന്നെ 2, പിന്നെ 1, ആ ഒരു സ്റ്റാൻഡേർഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പഠനത്തിന് രീതി കൊണ്ടുപോകുന്നത്. അപ്പൊ എന്റെ കൂടെ പഠിച്ചോളൂ, നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. ബി വിത്ത് മീ. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ ജൂനിയേഴ്സിനും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ +2 എക്സാം ഒക്കെ നമ്മൾ കട്ടക്ക് നിന്ന് അല്ലേ ഉഷാറാക്കിയില്ലേ, സെറ്റ് അല്ലേ, ഹാപ്പി അല്ലേ? അപ്പൊ റെഡി ആണോ നിങ്ങൾ? സോ ഗെറ്റ് റെഡി, ഹിയർ വി ഗോ.